Next topic, Fourier cosine and sine transform. The Fourier cosine transform of a function f of x is denoted by like this: fc of f of x, also denoted as f cap c of omega, which is defined to be root of 2 by pi integral 0 to infinity f of x cos omega x dx, and its inverse Fourier cosine transform is denoted as like this: fc inverse of f cap c of omega, or it can be denoted as f of x, is defined to be root of 2 by pi integral 0 to infinity f cap c of omega cos omega x d omega. Okay, അതായത് എഫ് സി ഓഫ് എഫ് ഓഫ് എക്സിനാണ് നമ്മൾ എഫ് ക്യാപ് സി ഓഫ് ഒമേഗ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്ത് വരും? എഫ് സി ഇൻവേഴ്സ് ഓഫ് ദിസ് ടേം. സോ അതാണ് ഇവിടെ എഫ് ഓഫ് എക്സ് വരാൻ കാരണം. ഇതാണ് ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, ആൻഡ് ഇതാണ് ഇൻവേഴ്സ് ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം കണ്ടുപിടിക്കാനുള്ള ഫോമാറ്റ്. The next thing, Fourier sine transform. The Fourier sine transform of f of x denoted by like this: fs of f of x or f cap s of omega, which is defined to be integral root of 2 by pi integral 0 to infinity f of x sin omega x into dx. Fourier cosine transform എന്ന് പറയുമ്പോൾ cos omega x വരും, sin transform എന്ന് പറയുമ്പോൾ sin omega x വരും. Fourier cosine transform നമ്മൾ എഫ് സി വെച്ചിട്ട് ഡിനോട്ട് ചെയ്യും, Fourier sine transformനെ എഫ് എസ് വെച്ചിട്ട് ഡിനോട്ട് ചെയ്യും. അതാണ് ഡിഫറൻസ്. അതുപോലെ തന്നെ ഇൻവേഴ്സ് Fourier സൈൻ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്: എഫ് എസ് ഇൻവേഴ്സ് ഓഫ് എഫ് ക്യാപ് എസ് ഓഫ് ഒമേഗ, വിച്ച് ഈസ് also denoted as f of x, is defined to be integral root of 2 by pi 0 to infinity f cap s of omega into sin omega x d omega. ഇതാണ് ഫോർമുലാസ്. നമുക്ക് പ്രോബ്ലംസ് നോക്കാം. ഫൈൻഡ് ദി Fourier cosine transform ഓഫ് ദി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എക്സ്. ഈ ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇ റേസ് ടു മൈനസ് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള Fourier cosine ട്രാൻസ്ഫോം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് നമുക്ക് നോക്കേണ്ടത്. വി ഹാവ് ദി ഫോർമുല ഫോർ Fourier cosine transform ആസ് റൂട്ട് ഓഫ് 2 by pi integral 0 to infinity f of x cos omega x dx. ഇവിടെ ഈ എഫ് ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് ഇ റേസ് ടു മൈനസ് എക്സ് എന്ന് റീപ്ലേസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇ റേസ് ടു മൈനസ് എക്സ് ഇൻറ്റു കോസ് ഒമേഗ എക്സ് ഡി എക്സ്, വിച്ച് ഈസ് ഇൻറ്റിഗ്രേറ്റിംഗ് വിത്ത് ഫ്രം 0 to infinity. This is of the form integral 0 to infinity e raised to minus ax into cos bx dx. ഇങ്ങനെ ഒരു ഇൻ്റഗ്രൽ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് ഇൻ്റഗ്രൽ വാല്യൂ എന്ന് പറയുന്നത് എ ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 വരും, ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഒമേഗ. സോ വി ഗെറ്റ് 1 by 1 square plus omega. So this will be the Fourier cosine transform for the function e raised to minus x. Next problem, find the Fourier cosine transform of the function f of x equal to k where 0 less than x less than a and which will be 0 if x greater than a. അപ്പോൾ ഈ ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള Fourier cosine transform ആണ് നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഡിസ്കണ്ടിന്യൂസ് ഇൻ്റർവെലാണ്. 0 to infinity എന്നുള്ളതിന് 2 ഇൻ്റർവെലായിട്ടാണ് നമുക്കിവിടെ സ്പ്ലിറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ 0 to infinity എന്നുള്ളതിനെ എയിൽ വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ 0 to എയിൽ ഫംഗ്ഷൻ്റെ വാല്യൂ, അവിടെ ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് കെ ആണ്. അതുപോലെ എ ടു ഇൻഫിനിറ്റി, ഇവിടെ ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. 0 to infinity എന്നുള്ള ഈ ഇൻ്റഗ്രൽ, ഇതാണ് എഫ് എസ് Fourier സൈൻ ട്രാൻസ്ഫോം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ആ ഇക്വേഷനിൽ എഫ് ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്താ കൊടുക്കുക? ഈ ടേം റീപ്ലേസ് ചെയ്യണം. അപ്പോൾ അതിന് മുന്നായിട്ട് 0 to infinity എന്നുള്ള ഇൻ്റഗ്രലിനെ 2 ഇൻ്റഗ്രലായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. സിൻസ് ദിസ് ഈസ് ഡിസ്കണ്ടിന്യൂസ് ഇൻ്റർവൽ. സോ 0 to a പ്ലസ് എ ടു ഇൻഫിനിറ്റി, അങ്ങനെ 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. അപ്പോൾ 0 to എയിൽ ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് കെ വരും, എ ടു ഇൻഫിനിറ്റിയിൽ ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഇവിടെ 0 റീപ്ലേസ് ചെയ്യും. അപ്പോൾ 0 റീപ്ലേസ് ചെയ്യുമ്പോൾ ടോട്ടൽ ഇൻ്റഗ്രൽ നമുക്ക് ക്യാൻസൽ ചെയ്ത് പോയിട്ട് ഈ ഒരു ടേം മാത്രമാണ് വരുന്നത്. അപ്പോൾ ഇതിന് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻ്റഗ്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് Fourier സൈൻ ട്രാൻസ്ഫോം കിട്ടും. അപ്പോൾ അതിനുവേണ്ടി കെനെ നമുക്ക് ഔട്ട് സൈഡ് എടുക്കും. സൈൻ ഒമേഗ എക്സിൻ്റെ ഇൻ്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറയുന്നത് മൈനസ് കോസ് ഒമേഗ എക്സ് ബൈ ഒമേഗ ടു ദി ലിമിറ്റ് 0 to a. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്തു കഴിയുമ്പോൾ കോസ് എ ഒമേഗ മൈനസ് കോസ് 0 എന്ന് വരും. ഇവിടെ ഈ മൈനസിനെയും ഒമേഗേനെയും ഔട്ട് സൈഡ് എടുത്തിട്ടുണ്ട്.
cos 0 ന്റെ വാല്യൂ എന്ന് പറയുന്നത് 1. So we will get the Fourier sine transform of the given function f of x will be root of 2 by pi minus k by omega cos of a omega minus 1. This will be the Fourier sine transform. The next problem, find the Fourier sine transform of e raised to minus modulus x. Hence show that this condition. നമ്മൾ e raised to minus modulus x ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷൻ Fourier sine transform കാൽക്കുലേറ്റ് ചെയ്യണം. അതിൽ നിന്ന് നമുക്ക് ഈ ഒരു വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുമ്പോൾ നമ്മളവിടെ ഇൻവേഴ്സ് Fourier sine transform കാൽക്കുലേറ്റ് ചെയ്യണം. അതിൽ നിന്നാണ് നമ്മൾ ഈ ഒരു ഇൻ്റഗ്രൽ വാല്യൂവേറ്റ് ചെയ്തിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് Fourier sine transform കാൽക്കുലേറ്റ് ചെയ്യാം. Fourier sine transform കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്? റൂട്ട് ഓഫ് 2 ബൈ പൈ ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് സൈൻ ഒമേഗ എക്സ്. ഈ എഫ് ഓഫ് എക്സിന് ഞാനിവിടെ റീപ്ലേസ് ചെയ്യണം. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്ത് വരും? ഇ റേസ് ടു മൈനസ് മോഡുലസ് എക്സ്. ഇത് നോക്കുക, നമ്മുടെ ഈ ഇൻ്റഗ്രൽ ഡിഫൈൻ ചെയ്തേക്കുന്നത് 0 ടു ഇൻഫിനിറ്റി. അതാണ് നമ്മുടെ ഇൻ്റഗ്രൽ, അല്ലെങ്കിൽ ആ ഒരു ഇൻ്റർവെൽ. ആ ഇൻ്റർവെല്ലിലുള്ള ഫംഗ്ഷനാണ് ഇ റേസ് ടു മൈനസ് മോഡുലസ് എക്സ്. 0 ടു ഇൻഫിനിറ്റി എന്ന് പറയുന്നത് എന്താ? എക്സ് ഗ്രേറ്റർ ദാൻ 0, പോസിറ്റീവ് സൈഡല്ലേ വരുന്നത്. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ മോഡുലസ് എക്സിൻ്റെ വാല്യൂ എന്ത് വരും? എക്സ് വരും. സോ നമുക്ക് ഇ റേസ് ടു മൈനസ് മോഡുലസ് എക്സ് എന്നുള്ളതിനെ എങ്ങനെയാക്കാം? ഇ റേസ് ടു മൈനസ് എക്സ് എന്ന് റീപ്ലേസ് ചെയ്യാം. ഓക്കെ, സോ ഇ റേസ് ടു മൈനസ് മോഡുലസ് എക്സ് എന്നുള്ളതിന് ഇ റേസ് ടു മൈനസ് എക്സ് ആക്കാണ്, സിൻസ് മോഡുലസ് എക്സ് ഈക്വൽ ടു എക്സ് വെൻ എക്സ് ഗ്രേറ്റർ ദാൻ 0. So again this is of the form integral 0 to infinity e raised to minus ax into sin bx dx. So we get the integral value will be b by a square plus b square. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് എയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 വരും, ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഒമേഗ വരും. സോ ഒമേഗ ബൈ 1 പ്ലസ് ഒമേഗ സ്ക്വയർ. ദിസ് വിൽ ബി ദി Fourier sine transform. നമുക്കൊരു ടേമും കൂടെ കണ്ടുപിടിക്കാനുണ്ട്, അതിനെ ഒരു ഇൻ്റഗ്രൽ വാല്യൂറ്റ് ചെയ്യാനുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻവേഴ്സ് Fourier sine transform കാൽക്കുലേറ്റ് ചെയ്യാണ്. സോ ദി ഇക്വേഷൻ വിൽ ബി എഫ് ഓഫ് എക്സ്, അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് ഡിനോട്ട് ചെയ്യാം, എഫ് എസ് ഇൻവേഴ്സ് ഓഫ് എഫ് ക്യാപ് എസ് ഓഫ് ഒമേഗ. ഇതിനെ ഈ ഒരു രീതിയിലും ഡിനോട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 2 ബൈ പൈ ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് എസ് ഓഫ് എഫ് ഓഫ് എക്സ് സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ. പി എഫ് എസ് ഓഫ് എഫ് ഓഫ് എക്സ്, അതായത് Fourier sine transform ഓഫ് എഫ് ഓഫ് എക്സ്, അതാണ് നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയത്. റൂട്ട് ഓഫ് 2 ബൈ പൈ ഒമേഗ ബൈ 1 പ്ലസ് ഒമേഗ സ്ക്വയർ. അതിനെ ഇവിടെ റീപ്ലേസ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇനി ചെയ്യാൻ പോകുന്നത് റൂട്ട് ഓഫ് 2 ബൈ പൈ ഇൻറ്റു റൂട്ട് ഓഫ് 2 ബൈ പൈ. ഇത് നമുക്ക് ഔട്ട് സൈഡ് എടുക്കാമല്ലോ, ഇൻ്റഗ്രൽ കോൺസ്റ്റൻ്റ് അല്ലേ. സോ അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 2 ബൈ പൈ വരും. ബാക്കി വരുന്ന ടേംസ് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഒമേഗ ബൈ 1 പ്ലസ് ഒമേഗ സ്ക്വയർ സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് ഇൻ ടേംസ് ഓഫ് എക്സിലാണ്. നമ്മൾ ആ ഒരു ഇതിനകത്തോട്ട് ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട ടേം, വാല്യൂറ്റ് ചെയ്യേണ്ട ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് എന്താ? ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എക്സ് സൈൻ എം എക്സ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതുമായിട്ട് നമ്മുടെ കയ്യിലുള്ള ടേമുമായിട്ട് ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എക്സ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ആണ് വേണ്ടത്. അത് നമ്മുടെ കയ്യിലുണ്ട്, അതിൻ്റെ ഒരു ഫോമാറ്റിൽ കിട്ടിയിട്ടുണ്ട്, ഒമേഗ ബൈ 1 പ്ലസ് ഒമേഗ സ്ക്വയർ. അപ്പോൾ ഈ ഒമേഗേനെ എക്സ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ടേം കിട്ടും. അതുപോലെ തന്നെ ഇവിടെ ഡി എക്സിന് പകരം ഡി ഒമേഗ ഉണ്ട്. അപ്പോൾ ഇവിടെ എക്സ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്ത ടേം എന്താവും? ഡി ഒമേഗ ആയിട്ട് മാറും. അപ്പോൾ റീപ്ലേസിങ് ദിസ് ഒമേഗ ബൈ എക്സ്, നമുക്ക് എന്ത് കിട്ടും? എക്സ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ്. അതുപോലെ തന്നെ ഇവിടെ ഉണ്ട് ഒമേഗ, അപ്പോൾ അതിന് നമുക്ക് സൈൻ എക്സ് എന്ന് കൊടുക്കാം. ഓക്കെ, ഈ ഒമേഗേനെയാണ് ചേഞ്ച് ചെയ്തത്. ഇനി നോക്കുക, സൈൻ എം എക്സ്. അപ്പം എക്സ് വന്നാൽ പിന്നെ പറഞ്ഞ വേരിയബിൾ എം ആണ്. അപ്പം അതിനെന്ത് ചെയ്യുക? ഈ എക്സ് വന്നിടത്ത് എം എന്നുള്ളൊരു ടേം വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുക. ഓക്കെ, നമ്മളിവിടെ ചെയ്യുന്ന റീപ്ലേസ്മെൻറ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇൻ്റഗ്രലിലെ സെയിം വേരിയബിൾസ് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു റീഅറേഞ്ച്മെൻറ്റ് ചെയ്യുന്നത്. ഒമേഗേനെ എക്സ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്തു, അതുപോലെ തന്നെ എക്സിനെ എം വെച്ചിട്ട് റീപ്ലേസ് ചെയ്തു. ഓക്കെ, റീപ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് എക്സിന് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുമ്പോൾ സൈൻ എം എക്സ് എന്നിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ട ആ ഒരു ഫോമാറ്റിലോട്ട് എത്തിയില്ലേ. സോ ഫോർ ഇവാലുവേറ്റിംഗ് ദി ഗിവൻ ഇൻ്റഗ്രൽ ഇൻ ദി ക്വസ്റ്റ്യൻ വി ആർ റീപ്ലേസിങ് ഒമേഗ ബൈ എക്സ് ആൻഡ് എക്സ് ബൈ എം. അപ്പോൾ അത് റീപ്ലേസ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ റീപ്ലേസ് ചെയ്യണം. എഫ് ഓഫ് എക്സ് എന്നുള്ളത് എഫ് ഓഫ് എം ആയിട്ട് മാറും.
So we get f of m equal to 2 by pi integral 0 to infinity x by 1 plus x square sin mx into dx. ഈ ഒരു ടേം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇനി എഫ് ഓഫ് എമ്മിൻ്റെ വാല്യൂ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇ റേസ് ടു മൈനസ് മോഡുലസ് എക്സ്. സോ എഫ് ഓഫ് എം എന്ന് പറയുന്നത് എന്ത് വരും? എക്സിന് പകരം എം വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുക. ഇ റേസ് ടു മൈനസ് മോഡുലസ് എം. ഈ എം എന്ന് പറയുന്നത് നമ്മളൊരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതെന്ന് പറയുന്നത് മോഡുലസ് എക്സ് എന്നുള്ളത് എന്താവും? എം ആയി. മോഡുലസ് എക്സ് എന്നുള്ളത് എക്സ് ആവും. സോ മോഡുലസ് എം എന്ന് പറയുന്നത് എം ആയി മാറും. സോ നമുക്ക് ഇ റേസ് ടു മൈനസ് എഫ് ഓഫ് എമ്മിന് പകരം ഇ റേസ് ടു മൈനസ് മോഡുലസ് എം എന്ന് എടുക്കാം. അത് നമുക്ക് ഇ റേസ് ടു മൈനസ് എം എന്ന് എടുക്കാം. ഓക്കെ, ഈ 2 ബൈ പൈനെയും കൂടി ലെഫ്റ്റ് സൈഡിൽ എടുക്കുകയാണെങ്കിൽ പൈ ബൈ 2 എന്ന് വരും. സോ വി ഗെറ്റ് ദി ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എക്സ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു സൈൻ എം എക്സ് ഡി എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇ റേസ് ടു മൈനസ് എം ഇൻറ്റു പൈ ബൈ 2 എന്ന് വരും. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ട ആ ടേം ഇതായിരുന്നു. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എക്സ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ സൈൻ എം എക്സ് ഡി എക്സിൻ്റെ വാല്യൂ ഇ റേസ് ടു മൈനസ് എം ഇൻറ്റു പൈ ബൈ 2 എന്നായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ വിൽ ഗെറ്റ് എ റിസൾട്ട്. The next problem, find the Fourier cosine transform of the function f of x which is 0 less than x less than 1 the value will be x, and in between 1 and 2 the value will be 2 minus x, and for above value of 2 it will be f of x will be 0. അപ്പോൾ 0 to ഇൻഫിനിറ്റി എന്നുള്ള ഇൻ്റർവെല്ലിനെ ഇവിടെ കുറേ പാർട്സ് ആയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. 0 to 1 ആൻഡ് 1 to 2 അങ്ങനെ 3 ഡിസ്കണ്ടിന്യൂസ് ഇൻ്റർവെൽസ് ആണ് നമുക്ക് 0 to ഇൻഫിനിറ്റിയിൽ വരുന്നത്. 0 to 1 ഫംഗ്ഷൻ്റെ വാല്യൂ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എക്സ് വരും. 1 to 2 എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2 മൈനസ് എക്സ് വരും. ഇനി 2ന് അപ്പുറത്തോട്ട് വരുന്ന എല്ലാ കേസിലും ഇനി വരുന്ന പോസിറ്റീവ് ഇൻഫിനിറ്റി വരെയുള്ള വാല്യൂയിൽ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ ഈ 0 ടു ഇൻഫിനിറ്റി എന്നുള്ള ഇൻ്റഗ്രലിനെ നമ്മൾ ഇതുപോലെ 3 ഇൻ്റഗ്രലായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് 0 to 1, 1 to 2 ആൻഡ് 2 to ഇൻഫിനിറ്റി. 0 to 1 ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എക്സ്, 1 to 2 ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2 മൈനസ് എക്സ്, ആൻഡ് 2 to ഇൻഫിനിറ്റി ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഈ തേർഡ് ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിപ്പോൾ നമ്മൾ ഈ ബാക്കി വരുന്ന 2 ഇൻ്റർവെൽസിൻ്റെ വാല്യൂ മാത്രം കണ്ടുപിടിച്ചാൽ മതി. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം ആണ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷനിലാണ് നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇവിടെ ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ എക്സ് ഇൻറ്റു കോസ് ഒമേഗ എക്സ് പ്രോഡക്റ്റ് റൂൾ ഓഫ് ഇൻ്റഗ്രേഷൻ ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. സോ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻ്റഗ്രൽ ഓഫ് ദി സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദി സെക്കൻഡ് ടു ദി ലിമിറ്റ് 0 to 1. സിമിലർ കേസ് തന്നെയാണ് ഇവിടെ ചെയ്തേക്കുന്നത്. ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ ഓഫ് ദി സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദി സെക്കൻഡ് ടു ദി ലിമിറ്റ് 1 to 2. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്ത് ഒന്ന് സിംപ്ലിഫൈ ചെയ്യുക. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇവിടെ കുറച്ച് ടേംസ് എല്ലാം ക്യാൻസൽ ചെയ്ത് പോകും. So the final result will be root of 2 by pi 2 cos omega by omega square minus 1 by omega square minus cos 2 omega by omega square. This will be Fourier cosine transform of the given function f of x. The next problem, find the Fourier sine transform of the function e raised to minus ax by x. അപ്പോൾ നമുക്ക് 0 to ഇൻഫിനിറ്റി എന്നുള്ള ലിമിറ്റിലാണ് ഈ ഒരു വാല്യൂ വന്നിട്ടുള്ളത്. അപ്പോൾ ഒറ്റ ഇൻ്റഗ്രലായിട്ട് നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. ദിസ് ഈസ് ദി ഇക്വേഷൻ ഓഫ് ഫോറിയർ സൈൻ ട്രാൻസ്ഫോം. സോ റൂട്ട് ഓഫ് 2 by pi ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ ഒമേഗ എക്സ് ഡി എക്സ്. എഫ് ഓഫ് എക്സിന് പകരം ഇ റേസ് ടു മൈനസ് എ എക്സ് ബൈ എക്സ് എന്ന് റീപ്ലേസ് ചെയ്തു. നൗ ഈ ഒരു ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇവിടെ 3 ടേംസ് ആണ് പറഞ്ഞത്. പ്രോഡക്റ്റ് റൂൾ വരുന്നുണ്ട്, ഇൻ്റഗ്രേഷൻ പ്രൊഡക്റ്റ് റൂളും വരുന്നുണ്ട്, കോഷ്യൻ റൂളും എല്ലാം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് ചെയ്യാനുള്ളൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ രണ്ട് സൈഡും വിത്ത് റെസ്പെക്ട് ടു ഒമേഗ ഡിഫറൻസിയേഷൻ ചെയ്യാണ്. ഓക്കെ, ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? ലെഫ്റ്റ് സൈഡിലെന്ന് പറഞ്ഞാൽ നമുക്ക് ഡി ഒമേഗ ബൈ എഫ് എസ് ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് ഡിനോട്ട് ചെയ്യാം. ആൻഡ് ദ റൈറ്റ് സൈഡ് വിൽ ബി ദിസ് പാർട്ട്. ഇതിന് ഈ ഒമേഗ വരുന്ന ഈ ഒരു ടേം മാത്രമാണ്, ബാക്കി എല്ലാ ടേമിനും ഈ ഡിഫറൻസിയേഷനെ ബാധിക്കുന്നില്ല. അപ്പോൾ ആ ഒരു ഡി ബൈ ഡി ഒമേഗ എന്നുള്ളത് നമ്മൾ ഈ സൈൻ ഒമേഗയുടെ ടേമിൽ കൊടുക്കുകയാണ്. സൈൻ ഒമേഗയുടെ ടേമിൽ കൊടുത്തിട്ട് അതിന് മാത്രമാണ് ഡിഫറൻസിയേഷൻ ബാധിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ആ ടേമിന് മാത്രമായിട്ട് കൊടുക്കുന്നത്. സോ സൈൻ ഒമേഗയുടെ ഡിഫറൻസിയേഷൻ എന്ത് വരും? കോസ് ഒമേഗ എക്സ് ഇൻറ്റു ചെയിൻ റൂൾ കൊടുക്കണം, ഡിഫറൻസിയേഷൻ ഓഫ് വിത്ത് റെസ്പെക്ട് ടു ഒമേഗ. അതാണ് ഇവിടെ ഒരു എക്സ് വന്നേക്കുന്നത്. ഈ എക്സും ഇവിടെ നമുക്ക് ഓൾറെഡി ഒരു എക്സ് ഉണ്ട്, അത് തമ്മിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും.
നമ്മളിവിടെ എക്സും എക്സും ക്യാൻസൽ ചെയ്തു. സോ ബാക്കി വരുന്ന ടേംസ് എന്താണ്? ഇൻറ്റഗ്രൽ 0 to ഇൻഫിനിറ്റി e raised to minus ax cos omega x dx. ഇതിന് നമ്മൾ റിസൾട്ട് യൂസ് ചെയ്യാണ്. വി ഹാവ് ദ റിസൾട്ട് ഇൻറ്റഗ്രൽ 0 to ഇൻഫിനിറ്റി e raised to minus ax into at cos bt dt will be a by a square plus ബി സ്ക്വയർ. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എയുടെ വാല്യൂ എന്ന് പറയുന്നത് എ തന്നെ, സെയിം കോഎഫിഷ്യൻ്റ് തന്നെ വന്നേക്കുന്നത്. പക്ഷേ ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്ത് വരും? ഒമേഗ വരും. സോ ബൈ ദിസ് റിസൾട്ട് വി ക്യാൻ സേ ദാറ്റ് ദി ഇൻറ്റഗ്രൽ വാല്യൂ വിൽ ബി എ ബൈ എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. സോ അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഡി ബൈ ഡി ഒമേഗ ഓഫ് എഫ് എസ് ഓഫ് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 2/π എ ബൈ എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എന്ന് കിട്ടി. പക്ഷെ നമുക്ക് വേണ്ട വാല്യൂ ഇതല്ല, എഫ് എസ്. പക്ഷെ നമ്മുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടില്ല, കാരണം നമുക്ക് വേണ്ട വാല്യൂ എന്ന് പറയുന്നത് എഫ് എസ് ഓഫ് എഫ് ഓഫ് എക്സ്. അതിൻ്റെ വാല്യൂ എന്താണെന്നുള്ളതാണ് ആക്ച്വലി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഈ ഡി ബൈ ഡി ഒമേഗ എന്നുള്ള ടേമിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യണം. അപ്പോൾ ഡിഫറൻഷ്യലിനെ എലിമിനേറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇൻറ്റഗ്രേഷനാണ് ചെയ്യേണ്ടത്. സോ ഇൻറ്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു ഒമേഗ. ഓക്കെ, ഇവിടെ ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു ഒമേഗ വന്നിട്ടുള്ളതുകൊണ്ട് ഇൻറ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു ഒമേഗ ചെയ്യുമ്പോഴാണ് നമുക്ക് ലെഫ്റ്റ് സൈഡിലുള്ള ഡി ബൈ ഡി ഒമേഗ എന്നുള്ള ടേം ക്യാൻസൽ ചെയ്ത് പോകുന്നു. അപ്പോൾ രണ്ട് സൈഡും വിത്ത് റെസ്പെക്ട് ടു ഒമേഗ ഇൻറ്റഗ്രേഷൻ ചെയ്യുക. അപ്പോൾ ഇവിടെ ഇൻറ്റഗ്രേഷൻ ചെയ്യുമ്പോൾ ഒരു ടേമിൻ്റെ ഡിഫറൻസിയേഷൻ അതിൻ്റെ തന്നെ ഇൻറ്റഗ്രേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആ സെയിം ടേം തന്നെയായിരിക്കും കിട്ടുക. അതാണ് ഇവിടെ ഡി ഒമേഗയും ഇൻറ്റഗ്രേഷനും ഡിഫറൻസിയേഷനും ഇൻറ്റഗ്രേഷനും ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് ആ ഒരു ടേം ആയിട്ട് കിട്ടുന്നത് എഫ് എസ് ഓഫ് എഫ് ഓഫ് എക്സ്. റൈറ്റ് സൈഡിൽ എന്ത് വരും? റൂട്ട് ഓഫ് 2/πനെ നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. ഇപ്പോൾ ഇൻറ്റഗ്രൽ എ ബൈ എ പ്ലസ് ഒമേഗ സ്ക്വയർ. ഈ എ എന്നുള്ളതിനെയും ഇൻറ്റഗ്രലിന് ഔട്ട് സൈഡ് എടുക്കാം. സോ വി ഗെറ്റ് ഇൻറ്റഗ്രൽ 1/a സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. നമ്മൾ ഈ ഒരു റിസൾട്ട് യൂസ് ചെയ്തിട്ടാണ് ഇൻറ്റഗ്രേഷൻ ഇവിടെ ചെയ്യുന്നത്. വി ഹാവ് ഇൻറ്റഗ്രൽ 1/a സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ് വിൽ ബി 1/a ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. ഇവിടെ എയുടെ സ്ഥാനത്ത് എക്സിൻ്റെ സ്ഥാനത്ത് വന്നത് ഒമേഗ. സോ we get the result 1/a tan inverse omega by a. നമ്മളിവിടെ എയും എയും ക്യാൻസൽ ചെയ്യുമ്പോൾ റൂട്ട് ഓഫ് 2/π tan ഇൻവേഴ്സ് ഒമേഗ ബൈ എ പ്ലസ് ദി ഇൻറ്റഗ്രൽ കോൺസ്റ്റൻറ്റ് സി വരും. ഇനി ഈ സിയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് ഇതാണ് യൂസ് ചെയ്യുന്നത്. വി ഹാവ് എഫ് എസ് ഓഫ് എഫ് ഓഫ് എക്സ് റൂട്ട് ഓഫ് 2/π tan ഇൻവേഴ്സ് ഒമേഗ ബൈ എ പ്ലസ് സി. അതുപോലെ തന്നെ നമ്മൾ ബൈ ദി ഫോറിയർ ട്രാൻസ്ഫോം റിസൾട്ടിൽ നമ്മുടെ ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ട് കിട്ടിയിരിക്കുന്ന ഇക്വേഷനാണിത്. എഫ് എസ് ഓഫ് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് വരും റൂട്ട് ഓഫ് 2/π ഇൻറ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എ എക്സ് ബൈ എക്സിൻ്റെ സൈൻ ഒമേഗ എക്സ് ഡി എക്സ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ചെയ്ത സ്റ്റെപ്പാണിത്. ഇതിപ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ട്. ഇനി ഇത് രണ്ടും തമ്മിലൊന്ന് ഇക്വേറ്റ് ചെയ്യാണ്. രണ്ടും നമ്മൾ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒമേഗയുടെ വാല്യൂ 0 എന്ന് കൊടുക്കുകയാണ്. കാരണം നമുക്ക് സിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഒമേഗയുടെ വാല്യൂ എന്ന് പറയുന്നത് 0 കൊടുക്കുമ്പോൾ ടാൻ 0 വാല്യൂ 0. അപ്പോൾ ഈ ടേം ക്യാൻസൽ ചെയ്തിട്ട് 0 ആയിപ്പോൾ. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ എക്സിന് 0 വരുമ്പോൾ സൈൻ 0 വാല്യൂ 0 ആണ്. അപ്പോൾ ഈ ടേം കംപ്ലീറ്റ് ആയിട്ട് 0 ആയിപ്പോൾ. ഫ്രം ദാറ്റ് വി ഗെറ്റ് ദി ഇൻറ്റഗ്രൽ കോൺസ്റ്റൻറ്റ് വാല്യൂ ഈസ് സി ഈക്വൽ ടു 0 എന്ന് കിട്ടും. സോ we can say that the fc of f of x is root of 2/π പൈ എന്ന് പറയാൻ പറ്റും. സോ അതിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത് ആക്ച്വലി സിയുടെ വാല്യൂ. ഇവിടെ നമുക്ക് കിട്ടിയ ഈ സിയുടെ വാല്യൂ 0 ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് the Fourier sine transform of f of x will be root of 2/π tan inverse omega by a. This will be the final solution.